ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് സിംകയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മുടെ അസിസ്റ്റൻറ്റ്, അതായത് ഓഫീസ് അസിസ്റ്റൻറ്റ്, അതുപോലെ സെയിൽസ്മാൻ, അതുപോലെ സൂപ്പർവൈസർ തുടങ്ങിയിട്ടുള്ള വേക്കൻസിയിലേക്കാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സിംകോ എന്ന് പറയുന്നത്? സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ്. ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന് കീഴിലുള്ളത്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോഓപ്പറേഷന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ ബേസിലുള്ള ഒരു സഹകരണ സൊസൈറ്റിയാണ് ഈ പറയുന്ന സിംകോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് പ്രവർത്തിക്കുന്നത് തമിഴ്നാടാണ്. അപ്പോൾ കർഷകരെ അല്ലെങ്കിൽ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിനൊക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹകരണ സൊസൈറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്ന സിംകോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പെർമനൻറ്റ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതെന്നും അതിൻ്റെ A to Z കാര്യങ്ങൾ പറയാം. അപ്പോൾ SSLC, അതുപോലെ തന്നെ ഇനി IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, SSLC മാത്രം കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇനി +2 ഉള്ളവർക്കും ഉയർന്ന ക്വാളിഫിക്കേഷനുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നും അതോടൊപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ഫോം വഴിയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ളത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, സിംകോ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഓഫീസ് അസിസ്റ്റൻറ്റ്, സെയിൽസ്മാൻ, സൂപ്പർവൈസർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ്. 48 വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. നിങ്ങൾ വേക്കൻസിൻ്റെ ഇത് നോക്കേ വേണ്ട, അതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. നമ്പർ ഓഫ് വേക്കൻസിയിൽ ജനറൽ വേക്കൻസി 23, OBCക്ക് 12 വേക്കൻസി, SCക്ക് 6 വേക്കൻസി, STക്ക് 3 വേക്കൻസി, EWS 4 വേക്കൻസി. അപ്പോൾ വളരെ സിമ്പിളായൊരു എക്സാമാണ് ഇതിലേക്ക് സെലക്ഷൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ജോലിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഏജ് ലിമിറ്റ് ഇവിടെ പറയുന്നുണ്ട്. 12/1/2024 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് കണക്കാക്കിയിട്ടാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ ജനറൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 21 വയസ്സ് മിനിമം വേണം, മാക്സിമം 30 കഴിയാനും പാടില്ല. 21ൻ്റെയും 30ൻ്റെ ഇടയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഇതിൽ ഈ പറയുന്ന SC ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ്റെ SC ST ആണെങ്കിൽ അവർക്ക് 21 മുതൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 21 മുതൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ പേ സ്കെയിൽ വേക്കൻസി കാര്യങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്. ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ടോട്ടൽ വേക്കൻസി 12 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പേ സ്കെയിൽ 5200 മുതൽ 20200 വരുന്നത്. പിന്നെ സെയിൽസ്മാൻ 6200 മുതൽ 26200 വരുന്നത്, 22 വേക്കൻസി. സൂപ്പർവൈസർ 6200 മുതൽ 28200 14 വേക്കൻസി. ഓക്കെ, അങ്ങനെ ഇതിന് നമുക്കൊരു വർഷം നിശ്ചിതമായുള്ള പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. ആ പ്രൊബേഷൻ പീരീഡ് ആണെങ്കിൽ നമുക്ക് കൺസോളിഡേറ്റ് പേയ്മെൻറ്റ് ആയിരിക്കും. ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റ്, സെയിൽസ്മാൻ ആണെങ്കിൽ അവർക്ക് 8000 രൂപ പെർ മന്താണ് ലഭിക്കുക ആദ്യത്തെ ഒരു വർഷം. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സൂപ്പർവൈസർ ആണെങ്കിൽ അവർക്ക് 10000 ലഭിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെർമനൻ്റ് ആക്കുന്ന സമയത്ത് ഈ സ്കെയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, മിനിമം 60% മാർക്ക് കൊടുത്ത് 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെയും കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി IT കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ല ഇനി +2 കഴിഞ്ഞവരാണെങ്കിലും അവർക്കും ഇതിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക, 60% മാർക്ക് കൊടുത്തിട്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ IT പാസ്സായിരിക്കുക. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ കഴിച്ചവരാണെങ്കിലും ഒക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, 60% മാർക്ക് കൊടുത്തി. സൂപ്പർവൈസർ ആണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, എനി ഡിഗ്രിയാണ്, എനി ഗ്രാജുവേഷൻ ആണ്, ഏതെങ്കിലും വിഷയത്തിൽ 60% മാർക്കോടുകൂടി നിങ്ങൾ ബിരുദം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം തന്നെ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാകുക കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഈ 3 സ്റ്റേജസ് ആണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. എക്സാമിനേഷൻ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ നോളജ്, മാത്തമാറ്റിക്സ്, അതിൽ തന്നെ അഗ്രികൾച്ചർ, ദെൻ സെറികൾച്ചർ, ദെൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഇതാണ് മാർക്കിൻ്റെ വെയിറ്റേജ്. ടോട്ടൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ 500 രൂപ ഫീ അടയ്ക്കണം. ഫീ അടയ്ക്കേണ്ട എങ്ങനെ ഞാൻ പറയാം. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 250 രൂപ അടച്ചാൽ മതി. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഫീ അടയ്ക്കേണ്ട കാര്യം ഞാൻ കാണിക്കട്ടെ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത്, പ്രത്യേകം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പേയ്മെൻറ്റ് മോഡ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഓൺലൈനായിട്ടാണെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇനി പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ചെയ്യാം. ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ICICI ബാങ്കിൽ പോകണം. ICICI ബാങ്കിൽ തന്നെ പോകണം. അവിടെ അക്കൗണ്ട് നമ്പർ ഉണ്ട്. ഈ അക്കൗണ്ട് നമ്പറിലേക്ക് എന്താണ് ചലാൻ എടുത്തിട്ട് ഈ അക്കൗണ്ട് നമ്പറിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫീ പേ ചെയ്യണം. അങ്ങനെ ഫീ പേയ്മെൻറ്റ് അങ്ങനെയും നടത്താം. അപ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് ഓൺലൈനായിട്ട് ഫീ അടയ്ക്കേണ്ടത് എങ്ങനെയാണ് കാണിക്കാം. ഇതിന് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു അപേക്ഷാ ഫോം തന്നിട്ടുണ്ട്. ആ അപേക്ഷാ ഫോം ഞാൻ കാണിക്കട്ടോ. അപ്പോൾ ഇതാണ് അപേക്ഷാ ഫോം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു അപേക്ഷാ ഫോമാണ്. നമ്മൾ ഓൺലൈനായിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത്, നമുക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കട്ടോ. ഓക്കെ,
അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ ആ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പോസ്റ്റലായിട്ട് അയക്കാം. ഇനി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ പോയി കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊറിയർ വഴി അയക്കാം, അങ്ങനെ വേണമെങ്കിൽ അയക്കാം. അത് അവിടെ എത്തേണ്ട അവസാന തീയതി നിങ്ങൾക്ക് ഫെബ്രുവരി 29 ഉള്ളിൽ നമ്മൾ പറയുന്ന അപേക്ഷ അവിടെ എത്തണം എന്നുള്ളതാണ്, പോസ്റ്റലായിട്ട്. അപ്പോൾ രജിസ്റ്റേർഡ് പോസ്റ്റോ അതായത് സ്പീഡ് പോസ്റ്റാണ് ഏറ്റവും നല്ല, സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചാൽ മതി. നിങ്ങളെ അഡ്രസ്സ് ഇതാണ്, ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഈ അഡ്രസ്സിലേക്ക് കംപ്ലീറ്റ് അഡ്രസ്സ് വേണ്ടി ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് അപേക്ഷയോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് വേണം. ഇനിയിപ്പോൾ നിങ്ങൾ +2 വെച്ചിട്ടാണ് അപ്പോഴെങ്കിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിൻ്റെ കൂടെ വെക്കാം. ഇതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ വെക്കുക കേട്ടോ. ഒക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഡിഗ്രി ഇനി അങ്ങനെ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാവുന്നതാണ്. ദെൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC ST OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെക്കണം. അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കിയിട്ട് വെച്ചാൽ മതി നിങ്ങളെ. അതിനടുത്ത് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി എടുത്ത് വെക്കുക. ദെൻ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യുക, 2 സെപ്പറേറ്റ് വെക്കണം കേട്ടോ. അതിൽ ഓക്കെ, ഒന്ന് നമ്മൾ അപേക്ഷാ ഫോമിൻ്റെ മുകളിൽ ഒട്ടിക്കണം, അത് അല്ലാതെ 2 സെപ്പറേറ്റ് വെക്കണം. ദെൻ ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കേട്ടോ, അവർക്ക് നിർബന്ധമില്ല, എല്ലാവർക്കും വേണ്ട. EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഇതിൽ വെക്കണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി, ഇല്ല നിർബന്ധമില്ല. ഓക്കെ, ഇതൊന്നും നമ്മൾ നിർബന്ധമില്ലാത്ത കാര്യമാണ്. അതുപോലെ ടെക്നിക്കൽ ഓർ അതർ എന്തെങ്കിലും ക്വാളിഫിക്കേഷനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഇല്ലെങ്കിൽ അതൊന്നും വേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ 10ാമത്തെ കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. 24x10, അതായത് 24x10 സെൻറ്റിമീറ്റർ ഡയമെൻഷൻ വരുന്ന ഒരു സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ളൊരു എൻവലപ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ കൂടെ നമ്മുടെ അപേക്ഷയുടെ കൂടെ വെക്കണം. നമ്മൾ പോസ്റ്റലായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ആ പോസ്റ്റൽ കവർ ഉണ്ടല്ലോ, ആ ഒരു കവറിലിട്ടിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുക. ആ കവറിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കവറും പാടെ വാങ്ങണം. എന്നിട്ട് കവർ വാങ്ങിയിട്ട്, അതായത് ഈ എൻവലപ്പ് നമ്മൾ ഇങ്ങനെ ഇത് വിൽക്കുന്ന ഷോപ്പുകളിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി. അതായത് അതിൻ്റെ ഡയമെൻഷൻ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. 24x10 എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് തരും. 24x10 ഈ സൈസ് ആയിരിക്കണം, ഇതാണ് അതിൻ്റെ ഡയമെൻഷൻ. ഈ സൈസിലുള്ള ഒരു എൻവലപ്പാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ പോസ്റ്റൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം അയച്ചു കൊടുക്കുന്ന ആ കവറിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അഡ്രസ്സ് എഴുതണം. ഓക്കെ, നമ്മുടെ അഡ്രസ്സ് ഇതിൽ എഴുതണം. നിങ്ങളുടെ അഡ്രസ്സ് എന്താ വെച്ചാൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ കംപ്ലീറ്റ് അഡ്രസ്സ് എഴുതുക. എന്നതിന് ശേഷം ഒരു 27 രൂപയുടെ സ്റ്റാമ്പ് നിങ്ങൾക്ക് എന്താണ് ഈ പോസ്റ്റൽ ഓഫീസിൽ നിന്ന് വാങ്ങുക. 27 രൂപയുടെ സ്റ്റാമ്പ്. ആ സ്റ്റാമ്പ് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഒട്ടിക്കുക ഈ ഇതിൻ്റെ മുകളിൽ. ഓക്കെ, ഈ ഒരു എൻവലപ്പിൻ്റെ മുകളിൽ കേട്ടോ. നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്ന എൻവലപ്പ് ഉണ്ടല്ലോ, ഇതാണ് മെയിനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു കവർ, അതായത് ആ ഒരു കവർ ഉണ്ടല്ലോ നമ്മൾ അയച്ചു കൊടുക്കുന്ന പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്ന ആ കവറ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ ഒരു 27 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കുക. എന്നിട്ട് നമ്മളുടെ സെൽഫ് അഡ്രസ്സ് നമ്മൾ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും പാടെ പറയാം, കാരണം അത് മനസ്സിലായവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അപേക്ഷാ ഫോം ഇതാണ് അപേക്ഷാ ഫോം, ഞാൻ കാണിക്കാം. ഇതാണ് അപേക്ഷാ ഫോം. ഈ അപേക്ഷാ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് മുതൽ നമ്മളുടെ യോഗ്യതയൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നമ്മുടെ കാസ്റ്റ് വേണമെങ്കിൽ കാസ്റ്റ്, അതെല്ലാം എന്ത് ചെയ്യണം, ഈ അപേക്ഷാ ഫോമിൻ്റെ കൂടെ നമ്മൾ ഒരു കവറിലിട്ട് കൊടുക്കണം. ഓക്കെ, കവറിലിട്ടിട്ട് പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ കവറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് ചാർജൊക്കെ വാങ്ങിക്കോളും. അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ അഡ്രസ്സ് ദെൻ ഫ്രം ടു ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ പോസ്റ്റ് നെയിമും വേണമെങ്കിൽ എഴുതാവുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ നിങ്ങളുടെ അപേക്ഷാ ഫോമിൻ്റെ കൂടെ സെപ്പറേറ്റ് ഇതേപോലെ ഒരു എൻവലപ്പ്, അതിൻ്റെ ഡയമെൻഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം, 24x10 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, 24x10, അതായത് 24x10 സെൻറ്റിമീറ്റർ ആ ഒരു ഡയമെൻഷൻ വരുന്ന ഒരു എൻവലപ്പ്, ഒരു അഡീഷണൽ ആയിട്ട് ഒരു എക്സ്ട്രാ എൻവലപ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഒരു കവർ നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങണം. അത് വാങ്ങിയിട്ട് ആ ഒരു പോസ്റ്റൽ കവർ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ 27 രൂപയുടെ ഒരു സ്റ്റാമ്പ് നമ്മൾ ഒട്ടിക്കണം. നമ്മുടെ അഡ്രസ്സും അവിടെ എഴുതണം. നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പേര്, നമ്മുടെ വീട് പേര്, അത് കംപ്ലീറ്റ് അഡ്രസ്സ് ചെയ്താൽ. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കോൾ ലെറ്റർ, അതായത് നമ്മളിതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് റിട്ടൺ എക്സാമിനേഷന് നമുക്ക് കോൾ ലെറ്റർ എന്താണ് പോസ്റ്റലായിട്ടാണ് അവർ അയച്ചു തരിക. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് തിരിച്ച് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എൻവലപ്പ് പറയുന്നത്, അല്ലെങ്കിൽ പോസ്റ്റൽ കവർ വേണമെന്ന് പറയുന്നത്. ഈ പോസ്റ്റൽ കവർ ഇല്ലെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവും. കാരണം അവർക്ക് ഇങ്ങോട്ട് അയച്ചു തരാൻ അവർ ക്യാഷ് മുടക്കി ഇങ്ങോട്ട് അയച്ചു തരുമോ, ഇല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന 27 രൂപേൻ്റെ സ്റ്റാമ്പ് ഒട്ടിച്ചായിട്ട് കൊടുക്കണം. അത് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്ക് പോസ്റ്റലായിട്ട് എക്സാം എഴുതാനുള്ള ആ ഒരു കോൾ ലെറ്റർ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ സെൽഫ് അഡ്രസ്സ് എഴുതി ഇട്ട് കൊടുക്കുന്ന ആ കവറിലാണ് തിരിച്ചിങ്ങോട്ട് അയക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ്, അത് മറക്കരുത്, പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു അപേക്ഷകന് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സെയിൽസ്മാൻ, അങ്ങനെ ഏതെങ്കിലും ഒന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക.
ഇനി ഇതിൻ്റെ എന്താണ് സിലബസ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജനറൽ നോളജിൽ എന്തൊക്കെയാണ് ചോദിക്കുക, മാത്തമാറ്റിക്സിൽ എന്താണ് വരുന്നത്, കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ, അഗ്രികൾച്ചർ ഇതിൽ എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ സിലബസ് ഏരിയ നോക്കിയിട്ട് പുസ്തകം വാങ്ങിയിട്ട് പഠിക്കാവുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ഫോമാണ്. ഓക്കെ, ഇത് നിങ്ങൾ നല്ല രീതിയിൽ പ്രിൻ്റ് എടുക്കുക. ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഇതൊക്കെ ഓഫീസ് യൂസ് ഓൺലിയാണ്. ഈ കളിയൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട കേട്ടോ, ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഇവിടെ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്ത് ചെയ്യുക, ഒട്ടിക്കുക, എന്നിട്ട് അതിൻ്റെ ക്രോസ് ആയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ സൈനും ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് കൂടാതെ ഈ ഒട്ടിക്കുന്ന ഫോട്ടോ കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേ സെയിം ഫോട്ടോ തന്നെ 2 എക്സ്ട്രാ നമ്മളുടെ കവറിലിട്ട് വെക്കണം കേട്ടോ, പോസ്റ്റൽ കവറിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, പിന്നെ ഏത് പോസ്റ്റിനെ അപ്ലൈ എന്ന് വെച്ചാൽ സെയിൽസ്മാൻ ആണോ ഓഫീസ് അസിസ്റ്റൻ്റ് ആണോ വെച്ചാൽ അതോടെ എഴുതുക, നിങ്ങളുടെ പേര് എഴുതുക, അതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക കേട്ടോ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അതുപോലെ ഏജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഏജ് റിലാക്സേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ SC OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ യെസ് നോക്കുക. അതായത് ഈ പറഞ്ഞ ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, ജനറൽ കാറ്റഗറിക്കുള്ള ഏജ് ഈ SC അതുപോലെ OBC കാൻഡിഡേറ്റ്സിനുള്ള ഏജും വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. ഓക്കെ, ദെൻ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ആയിരിച്ച് നിങ്ങളത് ടിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഗാർഡിയൻ്റെ പേര്, നിങ്ങളുടെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേര് എന്താ വെച്ചാൽ അത് കൊടുക്കുക കേട്ടോ. പെർമനൻറ്റ് അഡ്രസ്സ് ഇവിടെ ഫില്ല് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. ദെൻ ടെമ്പററി അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്, അത് ഇവിടെ കൊടുക്കുക നിങ്ങൾ. ഓക്കെ, രണ്ടും സെയിം ആണെങ്കിൽ രണ്ടും എന്ത് ചെയ്താൽ മതി, ഇവിടെ അതേപോലെ എഴുതി വെച്ചാൽ മതി. ദെൻ അടുത്തത് കോൺടാക്റ്റ് നമ്പർ വ്യക്തമായിട്ട് കൊടുക്കാം, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം നിങ്ങൾ. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിവിടെ ലിസ്റ്റ് ചെയ്യുക, 1 2 3 ഇട്ട് കൊടുക്കുക. ദെൻ നമ്മൾ ഏത് മീഡിയമാണ് സ്റ്റഡി ചെയ്ത് വെച്ചാൽ അതിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അതായത് നമ്മൾ മലയാളമാണോ ഇംഗ്ലീഷാണോ, ഇനി തമിഴാണെങ്കിൽ തമിഴിൻ്റെത് കൊടുക്കാം. ഓക്കെ, ദെൻ അപ്ലിക്കൻ്റ് ഓൺ ടൗൺ ഓർ വില്ലേജ് ഇവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അപേക്ഷൻ്റെ ടൗൺ വില്ലേജ് ഏതായാലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്, നമ്മൾ താമസിക്കുന്നത്. ദെൻ സിറ്റിസൺഷിപ്പ് ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇന്ത്യൻ എന്ന് കൊടുക്കുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ പ്രിഫറൻസസ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, ജസ്റ്റ് നമുക്ക് കാണിക്കാം. പ്രിഫറൻസസ് വിൽ ബി ഗിവൺ ഫോർ ടൈപ്പ് റൈറ്റിംഗ്, MS ഓഫീസ്, ഡ്രൈവിംഗ് സ്കിൽ. ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് റൈറ്റിങ്ങിലും MS ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസിലൊക്കെ നിങ്ങൾക്ക് അതുപോലെ ഡ്രൈവിംഗ് സ്കില്ലിലൊക്കെ നല്ല നോളജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നല്ല അറിവുണ്ടെങ്കിൽ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ യെസ് എന്ന് കൊടുക്കാം. അങ്ങനെ യെസ് എന്ന് കൊടുത്താൽ ആ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇല്ലെങ്കിൽ നോ കൊടുത്താൽ മതി, നിർബന്ധമില്ല. അങ്ങനെയുള്ളവർക്ക് കുറച്ച് മുൻഗണന ഉണ്ടായിരിക്കും. പിന്നെ വിഡോ അതുപോലെ എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ യെസ് ഓർ നോ ആണ്. ഒക്കെ നിങ്ങൾ നോ കൊടുക്കുക. ഓക്കെ, ഇൻ്റർകാസ്റ്റ് അതേഴ്സ് എന്നുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് നോ കൊടുത്താൽ മതി. റിലീജിയൻ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക, കമ്മ്യൂണിറ്റി ജനറൽ OBC ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക, കാസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. ദെൻ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ഇഫ് അവൈലബിൾ ഉണ്ടെങ്കിൽ കൊടുത്താൽ അതില്ല, കൊടുക്കേണ്ട നിർബന്ധമില്ല, ബ്ലാങ്ക് ആക്കി വിടാം. ഡിക്ലറേഷൻ ഉണ്ട്, അത് വായിക്കുക, അതിന് ശേഷം നിങ്ങളുടെ പ്ലേസ് ഡേറ്റ് ചെയ്താൽ ദെൻ സിഗ്നേച്ചർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ടോ കൊറിയർ ആയിട്ടോ ഡയറക്റ്റായിട്ട് അവിടെ കൊണ്ടു കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും നമുക്ക് 29/2/2024 മുന്നിൽ ഫെബ്രുവരി 29 മുന്നിൽ അവിടെ എത്തണം എന്നുള്ള അഡ്രസ്സിൽ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്കും, അതായത് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അപേക്ഷ ഫോമിൻ്റെ ലിങ്കും തരാം. ഓക്കെ, അപേക്ഷ ഫോം പ്രിൻ്റ് എടുക്കാം. ഇനി ഇതിൽ ഫീ അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഫീ അടയ്ക്കേണ്ടത് നമ്മളിതാ ഇവിടെ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ തരാം. ഓക്കെ, ഈ ഒരു പേജ് എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഇവിടെ കാണാം, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആ ഒരു ജോബിൻ്റെ അല്ലെങ്കിൽ കരിയറിൻ്റെ പേജാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ അപ്ലിക്കേഷൻ ഫോം, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും കേട്ടോ. ഡൗൺലോഡ് അപ്ലിക്കേഷൻ ഫോം, തമിഴിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്, ആ ഓൺലൈൻ പേയ്മെൻറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങളുടെ പേര്, ഫാദറിൻ്റെ പേര് ഇതൊക്കെ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വ്യൂ ചെയ്യാനുണ്ടാവും. അപ്പോൾ വ്യൂ ചെയ്തിട്ട് ലാസ്റ്റ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അങ്ങനെ UPI ഒക്കെ വെച്ച് ഫീ അടയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടായിരിക്കും കേട്ടോ. തമിഴ്നാട് എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അത് ഇതിന് ഒരു ബ്രാഞ്ചസുകളുണ്ട്. അപ്പോൾ ബ്രാഞ്ചസുകളോ അല്ലെങ്കിൽ അതിൻ്റെ മധുരയൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം അപേക്ഷ ഫീസ് ഉണ്ട്, 500 രൂപ അപേക്ഷ ഫീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കാതെ പോയി വെറുതെ കുത്തിന്ന് എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊക്കെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. വെറുതെ ക്യാഷ് കൊണ്ട് കളയും ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.